ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇനി നിയമസഭയാണ് മഹാരാഷ്ട്രയുടെ മുന്നിലുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് മുന്നണികൾ. ഇത്തവണ സഖ്യമില്ലാതെ തനിച്ച് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ശിവസേനയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നുവെങ്കിലും ആ പ്രഖ്യാപനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ സഖ്യം ഒരുമിച്ച് മത്സരിക്കുമെന്നതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുവാനാണ് തങ്ങളുടെ പോരാട്ടം. ഈ സർക്കാർ എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടറിയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മുമ്പ് BJP നേതാവായ ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗാഡി സർക്കാരിനെ മുച്ചക്ര റിക്ഷ എന്ന് കളിയാക്കി വിളിച്ചിരുന്നു. എന്നാൽ ആ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് തിരിച്ചടിക്കുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമല്ല എന്നതാണ് ഉദ്ധവ് പറയുന്നത്. കേന്ദ്രത്തിൽ മോദിക്ക് നിലനിൽക്കാൻ നിതീഷും ചന്ദ്രബാബു നായിഡുവും സഹായിക്കണം. സംസ്ഥാനത്ത് NDA സർക്കാരിനും സഖ്യമില്ലാതെ ഭരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ. തന്നെ ഉപേക്ഷിച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചടിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗത്തിന് കൃത്യമായ സന്ദേശം തന്നെയാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏകനാഥ ഷിൻഡെ ക്യാമ്പിൽ നിന്നും ശിവസേന നേതാക്കളെ തിരിച്ചെത്തിക്കുവാനുള്ള സാധ്യതയെപ്പറ്റിയുള്ള ചോദ്യത്തിനാണ് ഉദ്ധവ് പറഞ്ഞത് തന്നെ വിട്ടുപോയവരെ പാർട്ടിയിലേക്ക് തിരിച്ചടിക്കില്ല എന്നത്. MP മാരെയൊക്കെ ഷിൻഡെ റാഞ്ചിയപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 9 ശിവസേന MP മാരെ ജയിപ്പിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിരുന്നു. ഏകനാഥ ഷിൻഡെ ഗ്രൂപ്പിന് നഷ്ടമായത് 11 MP മാരെയാണ്. അവർക്ക് ഇത്തവണ ആകെ കിട്ടിയത് 7 MP മാർ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ ഉദ്ധവ് പറഞ്ഞിരുന്നു, ഷിൻഡെയാണോ അതോ താനാണോ ശരി എന്നത് മഹാരാഷ്ട്ര തീരുമാനിക്കുമെന്നത്. ഇപ്പോഴത്തെ ഫലത്തിൽ 9 സീറ്റുകൾ നേടിയ ഉദ്ധവ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ മുന്നിലുള്ളത്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തവണ ഭരണം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉദ്ധവിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചക്കും ഉദ്ധവ് താക്കറെ തയ്യാറാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാവണം ഇത്തവണ സഖ്യമായി തന്നെയാണ് മത്സരിക്കുക എന്നുള്ള പ്രഖ്യാപനവും ഉദ്ധവ് താക്കറെ നടത്തിയിരിക്കുന്നത്.